ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിലെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് അടക്കാം. ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി ബാങ്ക് ആണ് ഏറ്റവും കൂടുതൽ ഇടിവ് കണ്ട സെക്ടർ. എബോവ് ഓൾമോസ്റ്റ് 1.54% ഇടിവുണ്ടായി. നിഫ്റ്റി 50 ഇന്ന് 23,995 ക്ലോസ് ചെയ്തപ്പോൾ 97 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് 863 പോയിൻറ്റ്സ് കുറഞ്ഞ് 55,400 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 171 പോയിൻറ്റ്സ് ഉയർന്ന് 60,419 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ് 75 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 17,976 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 18.04 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 416 പോയിൻറ്റ്സ് കുറഞ്ഞ് 76,886 ക്ലോസ് ചെയ്തു. ഇന്നത്തെ DIA ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIയുടെ ഭാഗത്തു നിന്ന് 1,712 കോടി നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FII ഇന്ന് 2,103 കോടി നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി എനർജി, നിഫ്റ്റി ഇൻഫ്ര, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് എന്നീ സെക്ടേഴ്സ് മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്യുള്ളൂ. ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ ഇന്ന് 262 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 25,790 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 494 പോയിൻറ്റ്സ് ഉയർന്ന് 40,990 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 227 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 25,937 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 50,882 ക്ലോസ് ചെയ്തപ്പോൾ 163 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 17 പോയിൻറ്റ്സ് കുറഞ്ഞ് 14,904 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 9418 ക്ലോസ് ചെയ്തപ്പോൾ 41 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി IT 199 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 28,959 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മീഡിയ 0.90 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 1470 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 65 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 13,046 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 178 പോയിൻറ്റ്സ് ഉയർന്ന് 11,686 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 13 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 23,158 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി PSU ബാങ്ക് 190 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 8,663 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 3 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 793 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50 ഈ ആഴ്ചത്തെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ 97 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ മാത്രമേ നിഫ്റ്റി 50 കാണാൻ സാധിച്ചുള്ളൂ. 0.41% പ്രോഫിറ്റാണ് ഈ ആഴ്ച കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ഈ വർഷത്തെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 23,995 നിൽക്കുമ്പോൾ 8.17% ലോസാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ലാസ്റ്റ് 12 മന്ത്സിന് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 2025 ഏപ്രിലിൽ 24,334 നിഫ്റ്റി ഇന്ന് 23,995 നിൽക്കുമ്പോൾ 1.39% ലോസാണ് നിഫ്റ്റിയിൽ കഴിഞ്ഞ 12 മാസമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,249 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,715 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ONGC 5.39% റാലി നടത്തി. അദാനി എൻ്റർപ്രൈസസ് 3.90% റാലി നടത്തി. കോൾ ഇന്ത്യ 3.20%, റിലയൻസ് 1.69%, നെസ്ലെ ഇന്ത്യ 1.60%, ഡോക്ടർ റെഡ്ഡി 1.51%, ഭാരതി എയർടെൽ 1.30%, ഹിൻഡാൽകോ 1.18%, ടെക് മഹീന്ദ്ര 0.86%, ടാറ്റ സ്റ്റീൽ 0.83% റാലി കാണാൻ സാധിച്ചു. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ആക്സിസ് ബാങ്ക് 2.66% ഫോളോ കണ്ടു. HCL ടെക് 2.62%, ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ 2.60%, മാരുതി സുസുക്കി 2.50%, ശ്രീറാം ഫിനാൻസ് 2.20%, SBI 1.85%, ബജാജ് ഓട്ടോ 1.72%, വിപ്രോ 1.69%, ICICI ബാങ്ക് 1.68% ആൻഡ് HUL 1.67% ഫോളോ കാണാൻ സാധിച്ചു. ഇതൊരു ബയേഴ്സിലെ റെക്കമെൻഡേഷൻ അല്ല. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ USA ക്രൂഡ് ഓയിൽ ഇൻവെന്ററി ഡേറ്റ വരുന്നുണ്ട് 29 ഏപ്രിലിന്. അതുപോലെ US ഫെഡ് ഇൻട്രസ്റ്റ് ഡിസിഷൻ ഡേറ്റ് നാളെ 29 ഏപ്രിൽ നാളെയാണ് വരുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാന ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നാളെ കാണാം.
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.